എല്ലാവർക്കും നമസ്കാരം. ശ്രീമാസിലേക്ക് സ്വാഗതം. ഈ അടുത്ത മാസം 1-ാം തീയതി ഓഗസ്റ്റ് 1-ാം തീയതി നടക്കുന്ന 10th പ്രിലിംസിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ഒരു 30 days ചലഞ്ച്, ഇത് Day 1, Day 2, Day 3, Day 4 വരെ ഇട്ടിട്ടുണ്ടായിരുന്നു. Day 5 5ാമത്തെ ക്ലാസ്സാണ്. ഇത് നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, കമ്പനി ബോർഡ് LGS, ബൊക്കോ LDC, 10th പ്രിലിംസ് അതൊക്കെ വരുന്നതാണ്. കമ്പനി ബോർഡ് LGSൽ ധാരാളം വേക്കൻസികളുണ്ടാകും. അപ്പോൾ നമുക്ക് ഈ LGSൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് ചെയ്യാം. വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള ധാരാളം വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. LGSൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് ചെയ്യാം. ആദ്യത്തെ 25 ഒറ്റസംഖ്യകളുടെ തുക എത്ര? ഒറ്റസംഖ്യകളുടെ തുക ആണ് ആദ്യത്തെ n ഒറ്റസംഖ്യകളുടെ തുക കാണാനൊരു ഫോർമുലയുണ്ട്. അപ്പോൾ ഇവിടെ n തന്നിട്ടുണ്ട്. അപ്പോൾ n² ആണ് ഫോർമുല. n ഇവിടെ 25ആണ്. 25 ഒറ്റസംഖ്യകൾ 625 വരും. ഓപ്ഷൻ C ആണ് ഉത്തരം, 625. ഈ ഫോർമുല അറിയണം. ആദ്യത്തെ n ഒറ്റസംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല n². 1 + 3 + 5 + etc. 99. 100 വരെ ആകെ 50 ഒറ്റസംഖ്യകളും 50 ഇരട്ടസംഖ്യകളുമാണ് ഉള്ളത്. അപ്പോൾ 1 മുതൽ 99 വരെ എന്ന് പറഞ്ഞാൽ 1 മുതൽ 99 എന്ന് പറഞ്ഞാൽ 50 ഒറ്റസംഖ്യകളുണ്ട്. അപ്പോൾ 50ൻ്റെ സ്ക്വയർ എടുത്താൽ മതി. n², എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണം. n², 100 വരെ ആകെ 50 ഒറ്റസംഖ്യകളും 50 ഇരട്ടസംഖ്യകളുമാണ് ഉള്ളത്. അപ്പോൾ 50ൻ്റെ സ്ക്വയർ സമം 2500. 50 × 50 2500 കിട്ടും. ഓപ്ഷൻ B ആണ് ഉത്തരം. ഇതറിയണമെങ്കിൽ ആദ്യത്തെ n ഒറ്റസംഖ്യകളുടെ തുക കാണാൻ ചോദിച്ചാൽ n² എന്ന ഫോർമുല ഓർത്തിരിക്കും. ഇവിടെ √0.01, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഇവിടെ 2 സ്ഥാനം ഉണ്ടെങ്കിൽ നമ്മുടെ ഉത്തരത്തിൽ 1ൻ്റെ റൂട്ട് 1 തന്നെയാണ്. അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് 1 സ്ഥാനം. ഇവിടെ എത്ര എണ്ണം ഉണ്ടോ അതിൻ്റെ നേരെ പകുതി. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം റൂട്ടിനകത്തുണ്ടെങ്കിൽ 1 സ്ഥാനം നമ്മുടെ ഉത്തരത്തിൽ വേണം. ഗുണം 25ൻ്റെ റൂട്ട് അങ്ങ് എഴുതുക 5. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനമുണ്ട്. 4 സ്ഥാനം ഉണ്ടെങ്കിൽ 0.0 4 സ്ഥാനം ഉണ്ടെങ്കിൽ നമ്മുടെ ഉത്തരത്തിൽ സ്ക്വയർ റൂട്ട് കാണുമ്പോൾ 2 സ്ഥാനം നേരെ പകുതി. ഇവിടെ 5 എഴുതി. ഇവിടെ 1 സ്ഥാനം ഉള്ളതുകൊണ്ട് ഒരു പോയിന്റും കൂടി ഇട്ട് കൊടുത്തു. അതായത് 0.1 × 0.05. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 1 സ്ഥാനം, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം. അപ്പം നമ്മുടെ ഉത്തരത്തിൽ 3 സ്ഥാനം വേണം. അതായത് 1ഉം 5ഉം കൂടെ ഗുണിച്ചവിടെ എഴുതുക. ഇവിടെ 1 സ്ഥാനം, ഇവിടെ 2 സ്ഥാനം, ആകെ 3 സ്ഥാനം വേണം. ഇവിടെ 1 സ്ഥാനമേ ഉള്ളൂ പോയിന്റ് കഴിഞ്ഞ്, അതുകൊണ്ട് ഇവിടെ 1 സ്ഥാനമേ ഉള്ളാകെ. അതുകൊണ്ട് 2 0യും കൂടി ഇട്ട് കൊടുത്തിട്ട് 3 സ്ഥാനമാക്കുന്നു. 0.005, അതായത് 0.005. ഓപ്ഷൻ D ആണ് ഉത്തരം. ഇവിടെ സ്ക്വയർ റൂട്ടിനകത്ത് പോയിന്റ് കഴിഞ്ഞ് ഡെസിമൽ സംഖ്യ, ദശാംശ സംഖ്യ എത്ര എണ്ണം ഉണ്ട് പോയിന്റ് കഴിഞ്ഞെന്ന് നോക്കുക. ഇവിടെ 2 എണ്ണം ഉണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട് അങ്ങ് എഴുതും. 1ൻ്റെ റൂട്ട് 1 തന്നെയാണ് എപ്പോഴും. അപ്പോൾ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം ഉണ്ടെങ്കിൽ നമ്മുടെ ഉത്തരത്തിൽ സ്ക്വയർ റൂട്ട് കാണുമ്പോൾ 1 സ്ഥാനം, 1ൻ്റെ റൂട്ട് 1 തന്നെ. ഇനി 25ൻ്റെ റൂട്ട് അങ്ങ് എഴുതുക. കഴിഞ്ഞ 1 സ്ഥാനം. 25ൻ്റെ റൂട്ട് അങ്ങ് എഴുതുക 5. ഇവിടെ റൂട്ടിനകത്ത് ദശാംശം കഴിഞ്ഞ് എത്ര സ്ഥാനം ഉണ്ടെന്ന് നോക്കുക. ഇവിടെ 4 സ്ഥാനം ഉണ്ടെങ്കിൽ അതിൻ്റെ നേരെ പകുതി സ്ഥാനം വേണം സ്ക്വയർ റൂട്ട് കാണുമ്പോൾ. അപ്പോൾ 25ൻ്റെ റൂട്ട് എഴുതി 5. അപ്പം 4 ഉണ്ടായതുകൊണ്ട് അതിൻ്റെ നേരെ പകുതി. അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം വേണം. ഇവിടെ 1 എണ്ണം ഉള്ളതുകൊണ്ട് ഒരു 0.0 ഇട്ട് കൊടുത്തുന്നു. അപ്പോൾ ഇവിടെ 0.1 × 0.05 എന്ന് പറഞ്ഞാൽ 2 സംഖ്യയും കൂടെ ഗുണിക്കും. ആദ്യം 1ഉം 5ഉം കൂടെ ഗുണിച്ചാൽ 5. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 1 സ്ഥാനം, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം, ആകെ 3 സ്ഥാനം. അതായത് 1 സ്ഥാനം ഇവിടെ ഉള്ളത് കൊണ്ട് 2 0യും കൂടി ഇട്ട് കൊടുത്തിട്ട് പോയിന്റ് ഇടുക. 0.005 എന്ന് പറഞ്ഞാൽ 0.005. 122 × 41 എന്ന് പറയുന്നത് 5002 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 1.22 × 41 എത്രയാണ്? ഇവിടെ 122 × 41 ആദ്യം അങ്ങ് എഴുതും 5002. അപ്പോൾ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം, ഇവിടെ പോയിന്റ് ഇല്ല. അപ്പോൾ 2 സ്ഥാനം മതി. പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം അതുപോലെ എഴുതും. ഉത്തരം 50.02. ഓപ്ഷൻ C ആണ് ഉത്തരം. 2/7 എത്ര കൂട്ടിയാൽ 1 കിട്ടും? 7ൻ്റെ ടേംസിൽ നമുക്ക് പറഞ്ഞാൽ അത് എളുപ്പമായിരിക്കും. 2/7 എത്ര കൂട്ടിയാൽ 7/7 കിട്ടും? 1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഉള്ള ടേംസിൽ എഴുതാം. 7/7 ആണ് 1. 2/7ൻ്റെ കൂടെ ഒരു 5/7 കൂടെ കൂട്ടിയാലേ മൊത്തം 7/7 ആകത്തുള്ളൂ. 5/7
ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 2/7 കൂടെ ഡാഷ് കൂട്ടിയാൽ 1 കിട്ടും. 1 എന്ന് പറയുന്നത് 7/7. ഇവിടെയുള്ള അതേ ഛേദം എഴുതണം, ആ രീതിയിൽ എഴുതണം. 2/7 കൂടെ ഒരു 5/7 കൂടെ കൂട്ടിയാൽ 7/7 കിട്ടും. 2/7 ബാക്കി 5/7. 5 അക്കമുള്ള ആകെ എത്ര സംഖ്യകളുണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. 5 അക്കമുള്ള സംഖ്യകൾ ഏതൊക്കെയാണ്? 10,000, 10,001, 10,002 അങ്ങനെ അങ്ങോട്ട് പോയി 99,999 വരെ വരും. ഏറ്റവും ചെറിയ സംഖ്യ മുതൽ, 5 അക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ മുതൽ. ഇത് നമുക്ക് എണ്ണി നോക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനൊരു ട്രിക്ക് പറഞ്ഞുതരാം. 5 അക്കമുള്ള ഏറ്റവും വലിയ സംഖ്യയിൽ നിന്നും 5, 9 ഈ 5 അക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യയുടെ 10,000-ൽ നിന്ന് 1 അതിന് തൊട്ട് മുമ്പുള്ള സംഖ്യ കുറച്ചാൽ മതി. അതായത് 9,999 കുറച്ചാൽ മതി ഇതിൻ്റെ എണ്ണം കിട്ടാൻ. അത് ഒരു ഷോർട്ട് കട്ടാണ്. 90,000 ഓപ്ഷൻ എ. ഇതല്ലാതെ എണ്ണി നോക്കുക ബുദ്ധിമുട്ടാണ്. ഇത്രയും സംഖ്യ നമുക്ക് എണ്ണാൻ കഴിയില്ലല്ലോ. അതിനൊരു മെത്തേഡ് എന്താണെന്ന് 5 അക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ എഴുതുക 10,000, 5 അക്കമുള്ള ഏറ്റവും വലിയ സംഖ്യ എഴുതുക 99,950 എഴുതുക. ഇനി നമുക്ക് എത്ര എണ്ണം ആകെ ഉണ്ടെന്ന് എല്ലാം അങ്ങനെ എണ്ണി നോക്കാൻ പറ്റില്ലല്ലോ. അറിയാൻ വേണ്ടി 5 അക്കമുള്ള ഏറ്റവും വലിയ സംഖ്യയിൽ നിന്നും 5 അക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ 10,000, അതിൻ്റെ തൊട്ട് മുമ്പുള്ള സംഖ്യ 9,999 കുറച്ചാൽ മതി 90,000 വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം. മയൂക ഒരു വരിയിൽ നിന്നും പിന്നിൽ നിന്ന് 15-മതും മുന്നിൽ നിന്ന് 16-മതും ആയാൽ ആ വരിയിലാകെ എത്ര പേരുണ്ട്? അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചെയ്താൽ മതി. ആ 15ഉം 16ഉം കൂടെ കൂട്ടിയിട്ട് 1 കുറച്ചാൽ മതി. ആ മോഡലിൽ അങ്ങനെയാണ്. 31-ന് 1 പോകാം 30. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇനി 10² 100 അതേ ബന്ധം വേണം ഇവിടെ വരാൻ. 100² 10ൻ്റെ സ്ക്വയറാണ് ഇവിടെ എഴുതിയത്. അപ്പം 100ൻ്റെ സ്ക്വയർ ഇവിടെ നിന്ന് എഴുതിയാണ്. 100 × 100 10,000 വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ധാരാളം വീഡിയോകൾ അപ്ലോഡ് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇത് ആവശ്യമുള്ള എല്ലാ കൂട്ടുകാരിലേക്കും എത്തിച്ചു കൊടുക്കുകയും ചെയ്യാം. ഓസ്കാർ സിനിമ, ഓസ്കാർ അവാർഡ് സിനിമയ്ക്കുള്ളതാണെങ്കിൽ ബുക്കർ പ്രൈസ് സാഹിത്യത്തിനുള്ളതാണ്. അതായത് സമാന ബന്ധം വേണം ഇവിടെ എഴുതാൻ. ഓപ്ഷൻ എ ആണ് ഉത്തരം. വ്യത്യസ്തമായതേത്? ചതുരം, ത്രികോണം, സാമാന്തരികം, ലംബകം. ത്രികോണമാണ്. ഇത് മാത്രം 3 വശമുള്ളതാണ്. ബാക്കി ഫിഗറുകളെല്ലാം 4 വശങ്ങളുള്ളതാണ്. 3 പേന വാങ്ങിയാൽ 1 പേന വെറുതെ കിട്ടുമെങ്കിൽ ഡിസ്കൗണ്ട് ശതമാനം എത്ര? X പേനകൾ വാങ്ങുമ്പോൾ Y പേന വെറുതെ കിട്ടിയാൽ ഡിസ്കൗണ്ട് ശതമാനം കാണാൻ Y/X + Y × 100%. അതായത് X സാധനങ്ങൾ വാങ്ങുമ്പോൾ Y സാധനം വെറുതെ കിട്ടിയാൽ നമുക്ക് ഡിസ്കൗണ്ട് ശതമാനം അല്ലെങ്കിൽ കിഴിവ് ശതമാനം ചോദിച്ചാൽ Y/X + Y × 100. അതേ മോഡലിലാണ് ഇത് ചെയ്യേണ്ടത്. 3 പേന, അതായത് X എന്ന് പറയുന്നത് 3, Y എന്ന് പറയുന്നത് വെറുതെ കിട്ടിയത് 1. അപ്പോൾ നമുക്കിവിടെ ഫോർമുല ചെയ്യാം. ഡിസ്കൗണ്ട് ശതമാനം സമം Y/X + Y. 1 പേന വെറുതെ കിട്ടിയത് by 3 + 1 × 100 അത്രയും ശതമാനമാണ്. സമം 1/3 + 1 4 × 100 ശതമാനം. 25% ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അതായത് Y/X + Y × 100%. Y ഇവിടെ എത്ര വെറുതെ കിട്ടിയ 1/X 3 + 1 അത് രണ്ടും കൂടെ കൂട്ടുക. Y/X + Y. X സാധനങ്ങൾ വാങ്ങുമ്പോൾ Y സാധനങ്ങൾ വെറുതെ കിട്ടിയാൽ ഡിസ്കൗണ്ട് ശതമാനം കാണാനുള്ള ഷോർട്ട് കട്ട് മെത്തേഡ് Y/X + Y × 100%. ഡിസ്കൗണ്ട് ശതമാനമോ കിഴിവ് ശതമാനമോ ഒക്കെ ചോദിച്ചാൽ അങ്ങനെ ഇതാണ്. 1/3 + 1 × 100 അത്രയും ശതമാനം. അതായത് 1/4 × 100 അത്രയും ശതമാനം. 4 100 കൂടെ കട്ട് ചെയ്യുമ്പോൾ 25% വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 10th പ്രിലിംസിന് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ വീഡിയോ വളരെയേറെ പ്രയോജനപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. 2500-ൽ പരം PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ശ്രീമാത്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസും അടക്കം ധാരാളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് ആവശ്യമുള്ള എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്ന് ഇതുപോലെയുള്ള ധാരാളം വീഡിയോകൾ ശ്രീമാത്സിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ എഴുതുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.